അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യരാകുന്ന നമുക്കെല്ലാവർക്കും ഒരുപാട് ബന്ധങ്ങളുണ്ട്. കുടുംബ ബന്ധം, അയൽവാസികൾ തമ്മിലുള്ള ബന്ധം, ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ബന്ധം, സ്ഥാപനങ്ങളിലും മറ്റും തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ട്. ഈ ബന്ധങ്ങളിൽ നിന്ന് നാം തീർച്ചയായും നിർബന്ധമായും അകറ്റി നിർത്തേണ്ട, ഒഴിവാക്കപ്പെടേണ്ട 4 വിഭാഗം ആളുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒന്നാമത്തെ വിഭാഗം, നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ തീരെ വില നൽകാത്ത, വില കൽപ്പിക്കാത്ത ആളുകൾ. നമ്മുടെ കൂടെ നടന്ന് നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും മനസ്സിലാക്കി, നമ്മുടെ ന്യൂനതകളും കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും മനസ്സിലാക്കി, ചാൻസ് കിട്ടുമ്പോഴെല്ലാം മറ്റുള്ളവരുടെ ഇടയിൽ വെച്ച് നമ്മളെ വഷളാക്കി, തരം താഴ്ത്തി നമ്മുടെ വിലയെ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ. ഇങ്ങനെയുള്ള ആളുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണം. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ വിഭാഗമായ എപ്പോഴും നമ്മളോട് നുണ പറയുന്ന, കളവ് പറയുന്ന ആളുകൾ. അവരുടെ കഴിവുകളും അവരുടെ നേട്ടങ്ങളും അവർക്കുണ്ടാകുന്ന സൗഭാഗ്യങ്ങളിലും നമ്മളോട് പങ്കുവെച്ചാൽ അവർക്ക് എന്തെങ്കിലും കോട്ടങ്ങൾ സംഭവിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് നമ്മളോട് കൂട്ടുകൂടി നമ്മളോട് തന്നെ നുണ പറഞ്ഞു നടക്കുന്ന ആളുകൾ. ഇവരെയും നമ്മൾ ഒഴിവാക്കണം. മൂന്നാമത്തെ വിഭാഗം, സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ മാത്രം നമ്മളോട് കൂട്ടുകൂടുന്ന ആളുകൾ. ശാരീരികമായും സാമ്പത്തികമായും നമ്മിൽ നിന്ന് അവർക്ക് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ഏറ്റുവാങ്ങി ആവശ്യപ്പെട്ട് നമ്മൾ സുഹൃത്ത് ബന്ധങ്ങളിൽ അടിയുറച്ച് ഈ ബന്ധം എന്നും നിലനിൽക്കണമെന്ന വിശ്വാസത്തോടുകൂടി നമ്മൾ അവരെ സഹായിക്കും, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. എന്നാൽ അവരുടെ ഈ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. കണ്ടാൽ മിണ്ടുകയില്ല, സലാം പറയുകയില്ല, സുഖവിവരങ്ങൾ അന്വേഷിക്കുകയില്ല. ഇങ്ങനെയുള്ള വിഭാഗം ആളുകൾ, ഇവരെയും ഞാൻ മാറ്റി നിർത്തണം. നാലാമത്തെ വിഭാഗം, നമ്മുടെ ജീവിതത്തിൽ പരാജയം കാണണമെന്ന ഉദ്ദേശം വെച്ച് നടക്കുന്ന ആളുകൾ. നമുക്കെന്ത് നേട്ടങ്ങൾ ഉണ്ടായാലും, അതുപോലെ തന്നെ മക്കളിലായാലും സമ്പത്തിലായാലും സൗകര്യമുള്ള വീടായാലും വാഹനമായാലും നമ്മുടെ അടുക്കൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിൽ അസൂയ പൂണ്ട് അത് നമ്മൾ നശിച്ചു പോകണം എന്ന ഒരു ചിന്തയോടുകൂടി നടക്കുന്ന ആളുകൾ, പരാജയപ്പെട്ടു പോകണം എന്ന മനസ്സോടുകൂടി നമ്മളോട് സമീപിക്കുന്ന ആളുകൾ, ഇവരെയും ഞാൻ മാറ്റി നിർത്തണം. ഇങ്ങനെയുള്ള ഈ 4 വിഭാഗത്തെയാണ് നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് നാം അകറ്റി നിർത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതോടുകൂടി തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളിൽ, നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളിൽ അസൂയ പൂണ്ട് ശത്രുത വെച്ച് നടക്കുന്ന ധാരാളം ആളുകളെ കാണാം. പല വിധത്തിലും പല രൂപത്തിലും പല സ്വഭാവത്തിലുമില്ല മനുഷ്യന്മാർ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലും ഉണ്ടാവാം. അവർ നമ്മുടെ നേട്ടങ്ങളിലും നമുക്ക് ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങളിലും, നമ്മുടെ മക്കൾ പഠിച്ച് ഉന്നതമായ മാർക്കോടുകൂടി വിജയിക്കുകയാണെങ്കിൽ, നമുക്ക് നല്ലൊരു സമ്പത്ത് കിട്ടുകയാണെങ്കിൽ, സൗകര്യമുള്ളൊരു വീട് നമുക്ക് ലഭിച്ചാൽ, നല്ലൊരു വാഹനം ലഭിച്ചാൽ, അതിലെല്ലാം അസൂയ പൂണ്ട് നമ്മൾ പരാജയപ്പെടണമെന്ന ഉദ്ദേശത്തോടുകൂടി ശത്രുതയായി കാണുന്ന ഒരുപാട് ആളുകളെ കാണാം. അങ്ങനെയുള്ള എല്ലാവിധ പൈശാചികമായ മനുഷ്യരാൽ ഉണ്ടാകുന്ന എല്ലാവിധ ശർറുകളിൽ നിന്നും രക്ഷ കിട്ടുവാൻ വേണ്ടി
യാ ഖവിയ്യു യാ മത്തീനു കിഫി ശർറൽ ളാലിമീൻ എന്ന ഈ മഹത്വമേറിയ പുണ്യമാക്കപ്പെട്ട ദിക്ർ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 7 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്ർ ചൊല്ലിയ മനുഷ്യനെ എല്ലാവിധ പൈശാചികമായ ശത്രുക്കളിൽ നിന്നും മനുഷ്യരാൽ ഉണ്ടാകുന്ന ശത്രുതയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കുമെന്നും കാവൽ നൽകുമെന്നും ഈ ദിക്ർ ചൊല്ലിയതിന്റെ പ്രതിഫലം കാരണം അവനക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ശത്രുതയും ഏൽക്കുകയില്ല എന്നും പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി രേഖപ്പെടുത്തിയതായി കാണാം. റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള നാഫിഅ ഇൽമ് പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.